ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുകയാണ്. യാക്കോബ് ജോസഫിൻ്റെ അടുത്ത് വന്നു. യാക്കോബിനെയും സഹോദരന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ജോസഫ് ഫറവോ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിൽ 5 സഹോദരന്മാരെ കൂട്ടി തൻ്റെ പിതാവിനെയും ചേർത്ത് ഫറവോൻ്റെ സന്നിധിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ താമസിക്കാൻ വന്നവരാണ്. അപ്പോൾ ഫറവോ രാജാവ് അവരോട് ചോദിക്കുന്നു, നിങ്ങളുടെ തൊഴിലെന്താണ്? ജോസഫ് നേരത്തെ അവരോട് പറഞ്ഞതനുസരിച്ച് അവർ പറയുന്നു, ഞങ്ങളെല്ലാവരും ഇടയന്മാരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഫറവോ രാജാവ് പറയുന്നു, ജോസഫിന് പറയുന്നു, ഈ രാജ്യം മുഴുവൻ നിന്റെ അധീനതയിലാണ്. അപ്പോൾ ആ ജോസഫിന് ആ രാജ്യത്തുണ്ടായിരുന്ന സ്ഥാനം, ഫറവോ രാജാവിൻ്റെ സന്നിധിയിലുള്ള സ്ഥാനം എന്തെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. രാജാവിന് തുല്യമായ സ്ഥാനം തന്നെയാണ് അദ്ദേഹം ജോസഫിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇഷ്ടമുള്ള സ്ഥലം നീ എടുത്തുകൊള്ളുവാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഗോശാൻ ദേശത്ത് താമസിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. ആ ദേശം ചോദിക്കണമെന്ന് ജോസഫ് പറഞ്ഞനുസരിച്ച് സഹോദരന്മാർ ചോദിക്കുകയും ആ ദേശത്ത് അവരെ പാർപ്പിക്കുകയുമാണ്. അതിന് 7-ാം വാക്യം വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, യാക്കോബ് തൻ്റെ കൈ ഉയർത്തി ഫറവോ രാജാവിനെ ഇവിടെ അനുഗ്രഹിക്കുകയാണ്. താനൊരു കൗശലക്കാരനായി, ഒരു ചതിയനായി തൻ്റെ ജീവിതം ആരംഭിച്ചു. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ദൈവം അവിടെയെല്ലാം അദ്ദേഹത്തെ വഴി നടത്തി. ആ ക്രൂശിൻ്റെ അനുഭവങ്ങളൊക്കെയും പ്രതിസന്ധികളുടെ അനുഭവങ്ങളൊക്കെയും ഒരു വലിയ പാഠം യാക്കോബിനെ അത് പഠിപ്പിച്ചു. ഇപ്പോൾ പക്വമായ നല്ല ഒരു ദൈവഭക്തനായി യാക്കോബ് മാറിയിട്ടുണ്ട്. അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അവൻ വലിയവനായിട്ട് തീർന്നിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം വളരെ ക്ലേശപൂർണവും അല്ലെങ്കിൽ വളരെ പാപം നിറഞ്ഞതായിരുന്നുവെങ്കിലും ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോൾ വല്ല വിശുദ്ധിയുടെ ഒരനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം യാക്കോബിന് സാധിച്ചു എന്നുള്ളതാണ്. ഫറവോ രാജാവ് വയസ്സ് ചോദിക്കുമ്പോൾ 130 വയസ്സായിരുന്നു. അവന് തന്നെക്കുറിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ യാക്കോബിന് വളരെ എളിമയുണ്ട്. തൻ്റെ പിതാക്കന്മാരെ പോലെ ഞാൻ വലിയവനല്ല എന്നിവിടെ സമ്മതിക്കുകയാണ്. വലിയ രൂപാന്തരം യാക്കോബിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. അവൻ പറയുന്നു, ഞാനിവിടെ ഒരു പരദേശിയാണ്. നമ്മളും ഈ ഭൂമിയിൽ പരദേശികളാണെന്ന് പൗലോസ്ലീഹ പറയുന്നു. നമ്മുടെ ദേശം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ ഭവനവും ഇവിടെയല്ല. ഈ ഭൂമിയിൽ വ്യത്യസ്തമായ ഒരു രാജ്യവും ഒരു പൗരത്വവും ഒരു ഭവനവും ഒക്കെ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ലോകത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് വിശ്വാസപ്രമാണമായി എല്ലാ ദിവസവും ചൊല്ലുന്നു, മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നവരാണ്. ആ ലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ഭൂമിയിലെ ഏതൊരു ക്ലേശത്തെയും പ്രയാസത്തെയും പ്രതിസന്ധികളെയൊക്കെ പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. 10-ാം വാക്യം വരുമ്പോൾ നമുക്ക് കാണുന്നു, വീണ്ടും യാക്കോബ് ഫറവോ രാജാവിനെ ഇവിടെ അനുഗ്രഹിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ രാജാവിനെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം പരദേശിയായി വന്ന്, വെറും ആട്ടിടയന്മാരുടെ പിതാവായി വന്ന് ആ യാക്കോബിനെ അനുഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവം ഒരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തനത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നാം ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, സമയമാകുമ്പോൾ ദൈവം നമ്മളെ അതിനനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ സ്വർഗം ചെയ്യുകയും ചെയ്യുമെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അവർക്ക് ആ രമശേസ് ദേശം, ഗോശാൻ ദേശത്തിൻ്റെ മറ്റൊരു പേരാണ് രമശേസ് എന്ന് പറയുന്നത്. ആ സ്ഥലം അവർക്ക് കൊടുത്തവരോട് അവിടെ താമസിക്കുന്നു. അപ്പോൾ വീണ്ടും ക്ഷാമം ഏറെ കഠിനമാകുന്നു.
ആ ക്ഷാമം ഈജിപ്തിനെയും ബാധിച്ചു. അപ്പോൾ ആളുകൾക്ക് ഭക്ഷണമില്ലാതായി. അവർ ജോസഫിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ക്ഷാമം അതികഠിനമായിരിക്കുന്നു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ കയ്യിലുള്ള കന്നുകാലികളെയെല്ലാം ഫറവോ രാജാവിന് നിങ്ങൾ കൊണ്ടുവന്ന് തരിക. അങ്ങനെ അവർ കന്നുകാലികളെയെല്ലാം ഫറവോ രാജാവിന് വിധേയമാക്കി കൊടുത്തു. അങ്ങനെ ജോസഫ് അവർക്ക് ഭക്ഷണം കൊടുത്തു. ആ രാജ്യത്തിന് വേണ്ടി, രാജാവിന് വേണ്ടി സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടി ജോസഫ് പ്രവർത്തിക്കുകയും നമുക്ക് കാണാൻ പറ്റും. അതും തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ക്ഷാമം ഇത് നിലനിൽക്കുന്നതിനാൽ അവരെ പറഞ്ഞു, ഞങ്ങളിനി ഒന്നിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ മരിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയുള്ളത് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥലവും ജോസഫ് ഫറവോ രാജ്യത്തിന് വേണ്ടി, ഫറവോ രാജാവിന് വേണ്ടി, ആ രാജ്യത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് വാങ്ങുകയും അങ്ങനെ ജനങ്ങളെ മുഴുവൻ, അവിടെയുള്ള സകല ആളുകളും ഫറവോ രാജാവിൻ്റെ അടിമയായി തീരുകയും ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഒരു രാജ്യസ്ഥാനത്ത് പ്രധാനമന്ത്രിയായിരിക്കുന്ന ആളുകളുടെ ബുദ്ധിയാണ് ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും കാരണം. സഭയുടെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും കാരണം നേതൃത്വത്തിൽ വരുന്നവരെയും അവരെ ഉപദേശിക്കുന്നവരുടെയും ബുദ്ധിപൂർവമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ളതായ വലിയ പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 27 വാക്യമൊക്കെ നമ്മൾ കാണുന്നു, യാക്കോബിൻ്റെ ആയുസ് 147 സംവത്സരമായിരുന്നു. ഇപ്പോൾ ജോസഫിൻ്റെ അടുത്ത് 130 വയസ്സിൽ അവിടെ വന്നു 17 വർഷം തനിക്കൊരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആ മകനോട് ചേർന്ന് വീണ്ടും 17 വർഷം കൂടി താമസിച്ച് ആ വലിയ സന്തോഷം പങ്കുവയ്ക്കുവാൻ യാക്കോബിന് അവിടെ സാധിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ യാക്കോബ് ജോസഫിനെ വിളിച്ച് അവനെക്കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. തൻ്റെ തുടയ്ക്ക് കീഴെ അവൻ്റെ കൈവെപ്പിച്ച്. അക്കാലങ്ങളിൽ സത്യം ചെയ്യുന്ന രീതിയായിരുന്നത് നമുക്കറിയാമല്ലോ. ഇതിനു മുൻപ് അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെടുക്കുവാൻ തൻ്റെ ദാസനായ എലേയാസാറിനെ അയച്ചപ്പോഴും ഇതേ രീതിയിൽ സത്യം ചെയ്യിച്ചു വിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ജോസഫിനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. തൻ്റെ ആഗ്രഹം, താൻ മരിച്ചാൽ തൻ്റെ പിതാക്കന്മാരുടെ ആ കല്ലറയിൽ, മക്പേല ഗുഹയിൽ, കനാൻ ദേശത്ത് തന്നെ കൊണ്ടുവന്ന് അവിടെ സംസ്കരിക്കണമെന്നുള്ള വലിയ പ്രത്യാശ, വലിയ ആഗ്രഹം യാക്കോബ് ജോസഫിനെ ഇവിടെ അറിയിക്കുകയാണ്. അത് യാക്കോബിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ വലിയ തെളിവായി നമുക്ക് കാണാവുന്നതാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പ്രത്യാശ വെറും ഭൗമികമായിരുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയൊന്നും ആ വെളിപ്പാടൊന്നും അവർക്ക് അക്കാലത്ത് ലഭിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഭൗമികമായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാരോട് ചേരുവാൻ തക്കവണ്ണം അത് അദ്ദേഹം അവിടെ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യതയാണ് തങ്ങളുടെ പിതാക്കന്മാരോട് വീണ്ടും ചേരുവാൻ സാധിക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്നാൽ നമ്മുടെ പ്രത്യാശ ഇവിടെ ഭൂമിപരമല്ല, അത് സ്വർഗീയമായ പ്രത്യാശയാണ് നമുക്കുള്ളത്. കാരണം കർത്താവിൻ്റെ ക്രൂശമരണത്തോടുകൂടി പ്രതീക്ഷയുടെ വാതിൽ നമുക്ക് വേണ്ടി കർത്താവ് തുറന്നു തന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രത്യാശ. അപ്പോൾ ആ ഒരു പ്രത്യാശ വെച്ച് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമിയിലെ എല്ലാം ഛേദമെന്ന് എണ്ണുവാൻ അപ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രകാരം യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്നതായ ഈ വലിയ മാറ്റം, വലിയ പരിവർത്തനം, ദൈവമേ, ഞങ്ങളുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പലപ്പോഴും യാക്കോബിന് ഞങ്ങൾ തുല്യരാണ്. വഞ്ചനയുടെ, ചതിവിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ ഞങ്ങളും പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. പറഞ്ഞാൽ ഇത് തീരാത്ത വിധം പാപങ്ങളും കുറ്റങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ദൈവസന്നിധിയിൽ ഇതൊക്കെ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തുകയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരായിട്ട് തീരുകയും ചെയ്യും. ആ ഒരു അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.